അങ്ങനെ നമ്മുടെ സുന്ദരികളുടെ 5 സുന്ദരികളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു, കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ ഓണക്കളിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഓണക്കളി സെഗ്മെന്റില് ദംഷറാട്സ് ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ദംഷറാട്സ് അല്ല, അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മളെ ക്ലീഷേ സിനിമ ദംഷറാട്സ് ആയിരിക്കുന്നു. സിനിമാ പേരുകളല്ല നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സിനിമാ പേരുകളല്ല നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഓണം. അപ്പൊ ഓണമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ തവണ പെടും. അപ്പൊ ഞാൻ ടീം പറയാം. ടീം അതെങ്ങനെ തന്നെ നിൽക്കുമ്പോ തന്നെ മനസ്സിലാവും. ഞാനും സിജയും. ദേവികയും ലക്ഷ്മി. ഞങ്ങള് വീട്ടുകാര് നാട്ടുകാര്. ഓക്കെ, സെറ്റ്. അപ്പൊ നമ്മള് 3 ടീമുകളാണ്. അപ്പൊ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. സിജയും ശ്രുതിയും കൂടി കളിക്കട്ടെ അല്ലെ? കളിക്കട്ടെ. അയ്യോ, നീ പറയില്ല സിജ, നീ പറയില്ല. അഭിനയിക്കാമോ ശ്രുതി? പറഞ്ഞോ. അയ്യോ, തോറ്റു ഇനി കളിക്കണ്ട. ഈസിയാണോ? ഈസിയാണ്. വേറെ തീവണ്ടി, ഓടൻ, വേറെ വാക്ക് ഓടാൻ, വേഗം, പാമ്പ്, കൊതുക്, കൊത്തി, അല്ലല്ല, പച്ച, ഇത്ര എത്തിയില്ലേ? പോട്ടെ. ഇന്നെന്താ? ഓണം, ചെത്ത, ബോംബെക്കാരിക്കും, സദ്യ, ഊണ്, തല, ഉത്ര, അപ്പൊ ഈ ശ്രുതി റെസ്റ്റ് എടുക്കട്ടെ. അതിപ്പോ തന്നെ പറയും. മഹാബലി, ലക്ഷ്മി ചേച്ചി ഈസിയാണ്. നീ വേഗം പറയണം. എന്റെ പൊന്നു ചേച്ചി, അതൊന്നും അല്ല. ഒറ്റ വാക്കേയുള്ളൂ. ഓക്കെ. രണ്ടാമത്തത് തുള്ളൽ, ഓട്ടംതുള്ളൽ. അല്ല, നങ്ങിയാർകൂത്ത്. വണ്ട്, തേനെടുക്കണ സാധനം പരുന്ന്. ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ കാണിക്കണ ആരാ? തിരുവോണം, പൂവിളി. അയ്യോ, അത് കഴിഞ്ഞിട്ടാ ആ പാട്ട് കഴിഞ്ഞു. ഓണപ്പാട്ട്. അത് മാത്രല്ല, കൃത്യമായിട്ട് ഫുള്ള് വന്നിട്ടില്ല. ഓണപ്പാട്ട് ഇല്ല, വേറെ. ഓണവില്ല്. ഇല്ല, ഓണപ്പാട്ട്. പാട്ടിന്റെ കുറച്ചും കൂടി ഉണ്ട് ചേച്ചി. അതൊന്ന് തിരുവോണപ്പാട്ട് കൊറേ ആവുമ്പോ തിരുവോണപ്പാട്ടുകൾ. രണ്ട് വാക്കുണ്ട്. ആദ്യത്തെ കാക്ക, തമിഴ്, മുറ്റം, പൈസ. ഓണത്തിന് പൈസ കിട്ടുന്നു. ഓണപ്പോക്കറ്റ് മണി. ഓണയില, വാഴയിലിട്ട് സദ്യ. ഓണപ്പൂ, ഓണം, ഷാർപ്പ്.
സെൻസർ സെൻസർ ഞാൻ പറഞ്ഞു ലോക്കലാന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ജയിച്ചേ പറ്റൂ. ഓണച്ചന്ത. ഓക്കെ, വാ അടുത്തത്. എനിക്ക് കിട്ടി. ഞാൻ പെട്ടെന്ന് പറയൂ. പറയടാ, നീ ഇത്ര നല്ലതാന്ന് എല്ലാരും പറയട്ടെ. പുലികളി. അങ്ങനെ നമ്മുടെ ഓണക്കളി സെഗ്മെന്റ് 1 കഴിഞ്ഞിരിക്കുകയാണ്. ദംഷറാട്സില് ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആരാണ്? ഞാനാണ്. എന്ത്? അയ്യോ അല്ലല്ല, ശ്രുതി അത് വിട്ട് കൊടുത്തില്ല. കോമഡി ശ്രുതി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ശ്രുതിയാണ് ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഓണത്തിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഗ്മെന്റ് എന്താണ്? ഇതൊന്നും അല്ല. എന്താണ്? സദ്യയാണ്. അപ്പൊ നല്ല കിഡ്ലൻ സദ്യ ഞാൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ നമ്മുടെ പിള്ളേരോട് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് കഴിക്കാം. എന്നിട്ട് ഇനിയും കളികളുണ്ട്. സദ്യ കഴിച്ചാൽ നമുക്ക് എനർജി കൂടും. എനർജി കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കളിക്കും. അപ്പൊ തൽക്കാലം സദ്യ. വാ. വെള്ളോട്ടുവിളക്കിൽ തിരിയേഴും തെളിച്ച് നാക്കിലയൊന്നു വിരിച്ച് കറിയോരോന്നായി വിളമ്പ്. കുന്നല്ലരിയുടെ ചോറിൽ നറുനെയ്യൊരു തുള്ളി ഒഴിച്ച് നന്നായി വെന്ത പരിപ്പും കൂട്ടി ഓണ സദ്യ വിളമ്പ്. അങ്ങനെ നമ്മൾ നല്ലൊരു ഓണ സദ്യയൊക്കെ കഴിച്ചല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? സദ്യയായിരുന്നു. താങ്ക് യു സോ മച്ച്. നല്ലൊരു സദ്യക്ക് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും അടുത്ത തവണ ഇങ്ങനത്തെ സദ്യകളൊക്കെ തരുന്നതായിരിക്കും. വിളിച്ചാ മതി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ പറഞ്ഞ കളിയൊക്കെ കളിക്കേണ്ടി വരും. പറ്റില്ലേ? അപ്പൊ അയ്യടാ, അത് മാത്രം നടക്കുന്നു. ഒന്നിൻ്റെ കൂടെ ഒരു തള്ളത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ അടുത്ത ഗെയിം എന്ന് പറയുന്നത് കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ഈ ഓണത്തിന് കളിക്കുന്ന കളിയാണ് ഓണ തല്ല് നേടിട്ടില്ലേ? കുറച്ചു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലേ അല്ലേ? യാ. അപ്പൊ നമ്മൾ ഓണത്തല്ലില്ല, ഓണത്തള്ളാണ് നമ്മൾ ഇവിടെ കളിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഇല്ല, അത് പോരാ, കുറച്ചും കൂടി തള്ളണം. ഫ്രഷ് ആയിട്ട് തള്ളണം. അതെ, ഇതുവരെ തള്ളി ഓടിക്കണോ? ഫ്ലൈറ്റ് പിടിക്കാം. ഇതിന് മിക്കവാറും ചേച്ചി ജയിക്കുള്ളൂ ഇപ്പോഴേ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഓണത്തള്ള് വിത്ത് വേറൊരു സാധനം കൂടി ഉണ്ട്. നിങ്ങൾ രാജ്ഞിയാവുമ്പോൾ നമ്മുടെ ദിലീപേട്ടന്റെ സിനിമ ഉണ്ടോ? കിങ് ലെയർ എന്ന് പറഞ്ഞൊരു സിനിമ. അതുപോലെ ഒരു ക്വീൻ ലെയർ ആവുമ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾ അതിന് മാത്രം കള്ളങ്ങൾ പറഞ്ഞ് പൊളിക്കണം. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളം പറയണം, അതിൻ്റെ കൂടെ തള്ളണം. തള്ളണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ കപ്പ് മൊത്തം ഇങ്ങനെ വെക്കുന്നു. ഇതിൽ നിന്നും ഒരു ബലൂൺ എടുക്കുന്നു, നിങ്ങൾ വീർപ്പിക്കുന്നു. വീർപ്പിച്ചുകൊണ്ട് 1 മിനിറ്റിനുള്ളിൽ ഒരു 6 തള്ള് കഥ പ്രസന്റ് ചെയ്യുന്നു. 1 മിനിറ്റ് ടൈം ഉണ്ടല്ലോ. എന്തൊക്കെ തള്ളി മറക്കാൻ പറയല്ലേ? ഞാൻ ഭയങ്കര സുന്ദരിയാണ്. ശ്രുതി സ്വയം വിചാരിക്കുന്നു. ഞാൻ കൂട്ടുകാരി ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് ഇനി ഉപേക്ഷിച്ചു. ഇനി പറയരുത് അങ്ങനെ. ഈ ഷോയോട് കൂടി നിർത്തിയേക്കണം ആ പരിപാടി. ആ കൂട്ടിയിട്ട് അങ്ങനെ വിട്ടേക്കണം. അപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞേ? ഊതുന്നു, തള്ളുന്നു. സിമ്പിൾ. ഊതുന്നു, തള്ളുന്നു. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ലക്ഷ്മി ചേച്ചി ഫസ്റ്റ്. ലക്ഷ്മി ചേച്ചി. ലക്ഷ്മി ചേച്ചി റെഡി. ഒരു മിനിറ്റ് സമയമുണ്ട്. ആ സമയം കൊണ്ട് എത്തിച്ചാൽ മതി. കഥ പറഞ്ഞോ, എത്ര പ്രാവശ്യം വേണമെങ്കിലും വീർപ്പിച്ചോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സൂപ്പർ ലക്ഷ്മി ചേച്ചി. അങ്ങനെ തന്നെ നിങ്ങൾ ഈ അമേരിക്കയിലൊക്കെ പോകുന്നത് വെല്ലോരി ഓടിക്കുന്ന ഫ്ലൈറ്റിൽ കയറി ഇരുന്നിട്ടല്ലേ? പക്ഷെ ഞാൻ സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഓടിച്ചുകൊണ്ടാണ് ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നത്. പിന്നെ എന്റെ പുസ്തകം നിങ്ങൾ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞോ? പുസ്തകത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഓൾറെഡി കിട്ടി. ഇപ്പൊ ആ ബുക്കിന് ബുക്കർ പ്രൈസിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ബുക്കർ പ്രൈസിന് നോമിനേറ്റ് ചെയ്തോളൂ. ചേച്ചി ഇതിപ്പോ തള്ളു മാത്രമേ ഉള്ളൂ, ഊതലില്ല. എന്നിട്ട് നോമിനേഷൻ ഉണ്ട്. എനിക്ക് രഹസ്യമായിട്ട് ജൂറിയിൽ നിന്ന് കിട്ടിയ ഒരു വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എനിക്ക് തന്നെയാണ് ആ ബുക്കർ പ്രൈസ് എന്നാണ് ഞാൻ അറിയുന്നത്. അതിന് എത്ര രൂപ കൈക്കൂലി കൊടുത്തു? ആ കൈക്കൂലി ഒന്നും കൊടുത്തിട്ടില്ല. എന്റെ ബുക്ക് വായിച്ച ആൾക്കാരെ എനിക്ക് തന്നു പോകും. എനിക്ക് 5 പ്രാവശ്യം കിട്ടി. ഇനി എഴുതരുതെന്ന് പറഞ്ഞിട്ട് തന്നു പോകും. അല്ല ഒരു മിനിറ്റ് ആയോ? ഒരു മിനിറ്റ് കഴിഞ്ഞ് 2 തള്ളേ പറയാം. റെഡിയാണോ? ശ്രുതി ഓൾ ദി ബെസ്റ്റ്. So, അനങ്ങ പോലില്ല. പുറത്തോട്ട് ശബ്ദം മാത്രമേ ഉള്ളൂ. മാത്രം തള്ളിയാ മതി ശ്രുതി. അതെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് അത് ഓസ്കാറിനാണ് വിടണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇതുണ്ടോ ബലൂണ് പോലും ഇഷ്ടപ്പെടുന്നില്ല എന്റെ തള്ള്. ഓക്കെ എന്നിട്ട് പറയാം. അപ്പൊ ഉണ്ടല്ലോ എന്നോട് ആഞ്ചലീന ജോളി ഇല്ല, നമ്മുടെ ആഞ്ചലീന ചേച്ചി പറഞ്ഞു. അയ്യോ ചേച്ചി എന്ത് പറഞ്ഞു? പറഞ്ഞു ഈ ശ്രുതിയുടെ കണ്ണുകളിൽ തെളിയുന്ന ഈ അഭിനയം ഒന്ന് കുറച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് വരൂ ഇനിയും അനങ്ങി പോലും ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും മോളെ? കുറച്ചെനിക്ക് ഇത് ഇത്ര എനിക്ക് ദേവിക റെഡി അല്ലേ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇത് മറ്റേ സൈക്കിളിൽ പമ്പ് അല്ലേ? ഞാൻ ഇനി എന്റെ കഥ പറയട്ടെ. എനിക്ക് കളരി ചേർന്ന് പഠിക്കാൻ പോയി. ഭയങ്കര തള്ളായി പോയിട്ടോ. അതോടെ തീർന്നു. കളരി ചേർന്ന് പഠിക്കാൻ തീർന്നു. കളരി ചേർന്ന് പഠിക്കാൻ ചേർന്നു. അയ്യോ എനിക്ക് ആ തള്ളി അടിയിൽ വിടണമായിരുന്നല്ലേ. അത് അങ്ങനെ തന്നെയാണ്. മിന്നൽ മുരളി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, അതിലേക്ക് തന്നെ അവർ കാസ്റ്റ് ചെയ്തു. അതാണ് അത് തള്ളുന്നതാണ്. എന്നെ അത്രയും കൂടെ ടോവിനോക്ക് ഫൈറ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത. Ready അല്ലേ? Ready. So Sijay's time is going to start now. അടിപൊളി പൊട്ടല്ലേ. ഓക്കെ അപ്പൊ ഞാൻ അസിസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് മിലിയില് അപ്പൊ ഞാൻ റോഡ് സൈഡ് ഇങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നേ. ഒന്ന് മിണ്ടായിരിക്കടി. വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു വണ്ടിയില് ഒരു റോൾസ് റോയ്സിൽ ബ്ലാക്ക് വണ്ടിയിൽ തള്ളല് മാത്രമേ ഉള്ളൂ. ഇതെന്താ മുമ്പോട്ട് വന്നത് റോയ്സിൽ ഇങ്ങനെ ഒരാള് കേറി ഇറങ്ങി സോറി ഇറങ്ങി വന്നു. ആള് ഇറങ്ങി പണ്ടത്തെ ബിപിക്കാരി എന്നാണ്. സമയം പോണു വേഗം. അപ്പൊ ആ വണ്ടിയിൽ നിന്ന് ഷാറുഖ് ഖാൻ ഇറങ്ങി വന്നു. അടുത്ത പടത്തില് അഭിനയിക്കണമെന്ന് പറഞ്ഞു. അഭിനയിക്കണമെന്ന് പറഞ്ഞു ഷാറുഖ് ഖാന്റെ കൂടെ. കഴിഞ്ഞോ? അയ്യോടാ ടൈം കഴിഞ്ഞു. തള്ളാൻ സമ്മതിച്ചില്ല. Time starts now. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവേഴ്സ് ഉള്ളത് എനിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഹൻലാലിനൊക്കെ ഇപ്പം എന്നെ ഭയങ്കര പേടിയാണ്. മറ്റേ പേര് നമ്മുടെ ഏറ്റവും കൂടുതൽ ഒരു ഫാൻസ് ഉള്ള ഫാമിലി ഉണ്ടല്ലോ, കർദാഷ്യൻ ഫാമിലിക്കാർ ഇപ്പൊ എന്നെയാണ് അവരുടെ ഇതൊക്കെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരുടെ അതായത് എന്റെ ഫാൻസിന് അവർക്ക് കൊടുക്കണമെന്ന്. പിന്നെ ആലിയ ഭട്ട് എന്നും വിളിച്ചിട്ട് വഴക്ക് പറയും, എന്റെ ഫാൻ ഫോളോവേഴ്സ് ഒക്കെ കുറഞ്ഞു പോണു സ്വാസികയ്ക്ക് ഇത്ര ഉള്ളത് കൊണ്ടെന്ന്. മതി ആലിയ ഭട്ട് നിർത്താം.
ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, നമുക്ക് നമ്മുടെ എന്തായാലും തീരുന്നതിന് മുമ്പ് നമ്മുടെ ഷോ തീരാറാണ്. അതിന് മുമ്പ് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ എന്താണ്, നിങ്ങളുടെ ഫ്യൂച്ചർ? നമ്മുടെ ലാലേട്ടനോട് നരസിംഹത്തില് തിലകൻ ചേട്ടൻ ചോദിക്കുന്ന പോലെ എന്താണ് ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഇന്ദുചൂടന്മാർക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? പ്ലാൻസ് എന്താണ്? ഐ മീൻ പ്രൊഫഷണലി എന്തൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഞാൻ ഇപ്പൊ രണ്ടാമതൊരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ബുക്ക്, അടിപൊളി. 3 വലിയ മനുഷ്യർ എന്നാണ് പുസ്തകത്തിന്റെ പേര്. അത് 3 വലിയ മനുഷ്യർ ചെറുകഥകളാണ്. മുമ്പ് ഓട്ടോബയോഗ്രഫി അല്ലേ എഴുതിയത്. പിന്നെ അത് കൂടാണ്ട് കഴിഞ്ഞ വർഷം കമ്മിറ്റ് ചെയ്തിരുന്ന സിനിമകളൊക്കെ നമുക്ക് കോവിഡിന് ശേഷം വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 2-2.5 മാസം നീണ്ട ഒരു US ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് പോസ്റ്റ്പോൺ ചെയ്തങ്ങനെ പോയി. അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. നമുക്ക് കൂടുതൽ പ്രതീക്ഷകളാണല്ലോ. ഷോസ് ഒക്കെ കൂടുതലായിട്ട് വരും. സിനിമ ഷൂട്ടിംഗ് എല്ലാം റൺ ത്രൂ ആവും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷയുടെ ദീപങ്ങൾ തിരുനാളങ്ങളാണ് ഈ കത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ. ഇനി എന്റേത് ആസ് യൂഷ്വൽ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് നമ്മളെല്ലാരും പറയുന്ന പോലെ ഞാൻ പറയുന്നു. പിന്നെ യോഗയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. നമ്മള് എന്താ പറയാ, ഒരു പ്രോജക്റ്റ്, ഒരു നല്ലൊരു സംഭവം ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോം കൊണ്ട് അല്ലാതെ നല്ലൊരു സ്പേസ് ഇട്ടിട്ട് യോഗ, അക്യു ഹീലിംഗ് എല്ലാം ചേർത്തിട്ടൊരു സംഭവം ചെയ്യാനുള്ള ആലോചനയാണ്. ഡിസ്കഷൻ നടന്നുകൊണ്ട് വരുന്നുണ്ട്. വർക്ക് മിക്കവാറും പെട്ടെന്ന് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് രണ്ടുമാണ് ഇപ്പൊ എനിക്ക് ഉള്ളത്. മതി ഇതുവഴി. പിന്നെ നമ്മള് ഇന്നലെ ശബ്ദം ചേച്ചി, ഇന്നലെ കുറച്ചു മുമ്പ് ശബ്ദം ചേച്ചി ഫോട്ടോസ് ഇന്ന് മുതൽ അല്ല നാളെ മുതൽ ഫ്യൂച്ചർ പ്ലാൻസിൽ ഇട്ടാ മതി. ഓക്കെ പറയൂ. എന്റെ അതായത് ഒരു സിനിമ ഇറങ്ങാനുണ്ട്, കേശു ഈ വീടിന്റെ നാഥൻ. അത് തിയേറ്റർ ഓപ്പൺ ആവുമ്പോ അത് ഇറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇറങ്ങും. പിന്നെ ഒരു അതായത് അങ്ങനെയൊക്കെ ഇറങ്ങും. പിന്നെ പത്മകുമാർ സാർ ഡയറക്ട് ചെയ്യുന്ന ഒരു മൂവി, അതാണ് ഇനി അടുത്തത് ഷൂട്ട് ഉടനെ തുടങ്ങാൻ പോകുന്നത്. എൻ്റെ കഥയറിയാതെ അതിപ്പം ലോക്ക്ഡൗൺ തുടങ്ങിയ മുതലതിൽ കുഞ്ഞു കുട്ടിയുണ്ട്, ഒരു 2 മാസം പ്രായമുള്ള കുഞ്ഞ് ആ സീരിയൽ എൻ്റെ കുഞ്ഞായിട്ട് അഭിനയിക്കണം. അപ്പോൾ ലോക്ക്ഡൗൺ ആ സമയം മുതൽ ഷൂട്ട് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി അത് തുടങ്ങണം. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ ഷോസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ വർഷമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിദേശ ട്രിപ്പുകൾ എല്ലാം പോയി. അങ്ങനെ ഒന്നും പറയില്ലേ. ആക്ച്വലി മലയാളത്തിൽ ഇപ്പൊ കുറച്ചായി ചെയ്തിട്ട് എനിക്ക് കൂടുതൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് തമിഴിലാണ്. ഇപ്പൊ ചെയ്തത് വെങ്കട് പ്രഭു സാറിന്റെ കൂടെ ഒരു പടം ചെയ്തു, അദ്ദേഹത്തിന്റെ തന്നെ പ്രൊഡക്ഷനിൽ. പിന്നെ എൻ്റെ ഫസ്റ്റ് തെലുഗു പടം എന്നൊരു രീതിയിൽ ഞാൻ കമ്മിറ്റ് ചെയ്തു ഓൾറെഡി. പക്ഷെ ദാറ്റ് ഈസ് ഒരു എന്താ പറയുക, ഇറ്റ്സ് അബൌട്ട് ഓട്ടോബയോഗ്രഫി തന്നെ ആണ്. അപ്പോൾ ഐ ഹോപ്പ് ദാറ്റ് വിൽ ടേൺ ഔട്ട് ഗുഡ്. പിന്നെ ഇപ്പോൾ ഒരെണ്ണം ചെയ്തത് ലോക്ക്ഡൗണിന്റെ മുമ്പ് ജ്യോതിക മാമിന്റെ കൂടെ ഒരു പടം ചെയ്യാൻ പറ്റി. ഇല്ലല്ല, അത്രേ ഉള്ളൂ. ഈസി. ആക്ച്വലി ഈ പടങ്ങൾ കുറച്ചു നാൾ മുമ്പ് ചെയ്താണ്. പിന്നെ എല്ലാത്തിനും ആ ഒരു സമയമുണ്ട്. ഞാൻ കുഞ്ഞൽദോ എന്ന് പറഞ്ഞൊരു മൂവി റിലീസ് ചെയ്തിരിക്കുന്നുണ്ട് ആസിഫിക്കോടെ. അതാണ് ശരിക്കും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇറങ്ങിയിട്ട് വേണം കൊച്ചാണാണോ പെണ്ണാണോ എന്ന് അറിയാനായിട്ട് എന്റെ തലവര. പിന്നെ ഞാനൊരു മൂവി കൂടി ചെയ്തിട്ടുണ്ട്. അത് വിനായകൻ, ബാലു വർഗീസ്, ഷൈൻ ടോം ജാക്കോ ഒക്കെ ആയിട്ട് ചെറിയ വില്ലൻ വേഷം. ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞൊരു മൂവി. ഈ 2 വില്ലൻ വേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു വേഷമാണ്, ലുക്കാണ്. അതിന് ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഞാൻ വീട്ടിൽ മറ്റേ പുള്ളിയെ കൂത്തിട്ട് എന്നെ കാണുമ്പോൾ ഇതൊക്കെ വരട്ടെ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് അമൃത ടിവിയോട്. ഇത് ഇവിടെ എല്ലാവരുടെയും 5 പേരുടെ 5 സുന്ദരികളുടെയും നന്ദി ഞാൻ വഴി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് അമൃത ടിവി. ഹാപ്പി ഓണം. തീർന്നിട്ടില്ല. നമ്മൾ ഇവിടുന്ന് നേരെ ഒരു ഗെയിമിലേക്ക് പോവാണ്, ഒരു പരിപാടിയിലേക്ക് പോവാണ്. ഒരു ഉറിയടി, അതോടുകൂടി അടിച്ച് നമ്മൾ അവിടെ പരിപാടി തീർക്കാണ്. ഓക്കെ ഓക്കെ, വാ. അങ്ങനെ ഈ ഉറിയടി മത്സരത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ ഓണാഘോഷം ഇവിടെ നിർത്താൻ പോവാണ്, തീരാൻ പോവുകയാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് സ്വാസികയുടെ തന്നെ കണ്ണ് കെട്ടാം. സ്വാസിക അടിച്ച് പൊട്ടിക്കുകയാണ് ഈ പരിപാടി കഴിഞ്ഞ്.
കൈയടി മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ച സിജ റോസിന് പൊന്നാട നൽകി സ്വീകരിക്കാനായിട്ട് ആദരിക്കാനായിട്ട് നമ്മുടെ ലക്ഷ്മി പ്രിയ ചേച്ചി സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. അങ്ങനെ 2ാം സമ്മാനം കിട്ടിയ നമ്മുടെ ശ്രുതി ലക്ഷ്മിക്ക് വടിയാണ് കൊടുക്കുന്നത്. അടിച്ചു പഠിക്കുക. ഇതോടുകൂടി നമ്മുടെ പരിപാടി ഇക്കൊല്ലത്ത് അവസാനിച്ചിരിക്കുന്നു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. Costume courtesy for Arjun Patches Perumbavoor.